സംസാരിക്കാറില്ലായിരുന്നു. ഇപ്പൊ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ എവിടെ നിന്ന് ഇതൊക്കെ സംസാരിക്കാൻ പഠിച്ചത്? പറയൂ. സ്കൂളില് ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിക്കാറെന്ന് പറ സുബി. എന്റെ സ്കൂളിലെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിക്കാറ് സീതമ്മ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് സീതമ്മ. ഏതെങ്കിലും പുതിയ ഫ്രണ്ടിനെ കിട്ടിയോ? അവരിങ്ങനെയാണോ സംസാരിക്കാറ്? നിന്റെ പുതിയ ഫ്രണ്ട്സിനെ കുറിച്ച് നീ എന്നോടൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ സിഹി. അത് ഞാൻ പറയാൻ മറന്നുപോയതാ സീതമ്മ. ഈ സീതമ്മയോട് നീ പറയാൻ മറന്നു പോവല്ലേ? പക്ഷെ നീ നിന്റെ അച്ഛനോട് പറയാൻ മറക്കാറില്ലല്ലോ ഇപ്പൊ. കള്ളി. നിക്ക്, ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ? വേണ്ട, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. നോക്ക് സിഹി, നീ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇങ്ങനെയൊക്കെ സംസാരിച്ചാ എനിക്ക് വേറെ ആരോ സംസാരിക്കുന്ന പോലെയുണ്ട്. അതിനെന്തിനാ നീ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? അത് സാരമില്ല, പുതിയ ഫ്രോക്ക് എടുത്തു തരാം. നിക്ക്. ഹേയ്, അത് എന്റെ ഡ്രസ്സാ. നീറ്റായിട്ട് നോക്കണേ. ഇപ്പോ ഇത് എന്റെ ഡ്രസ്സാ. അയ്യോ, പൊട്ടിയാണോ നീ? നിന്റെ ഡ്രസ്സാണെന്നോ? വെറുതെ വെറുതെ അങ്ങനെ പറഞ്ഞതാ. വികൃതി കുട്ടി. ഇതെന്താ നിന്റെ മുടി ആകെ ഡ്രൈ ആയിട്ടിരിക്കുന്നേ? എണ്ണയിടണോന്ന് പറഞ്ഞാ നീ കേൾക്കാറേ ഇല്ലല്ലോ. നിന്റെ മുടി ചീകാൻ വിളിച്ച നിന്നെ കിട്ടാറുമില്ല. ബ്ലഡ് സർക്കുലേഷൻ പിന്നെ എങ്ങനെ നടക്കാനാ? അങ്ങനെ പറഞ്ഞ? അയ്യോ, ഇവൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. കള്ളി. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ നിനക്ക്? അതായത് രക്തസഞ്ചാരം നടക്കില്ലാന്ന്. ദിവസവും 2 തവണ മുടി ചീവണം. നിനക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നെങ്കിൽ അത് കെട്ടിയൊക്കെ തന്നെ ഞാൻ നിനക്ക് പൂ വെച്ച് തന്നേനെ. രാമ, എന്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. എന്തൊക്കെയാ നടക്കുന്നേ? സിഹി എങ്ങനെയാ വന്നേ? അപ്പോ ആരാടാ കുട്ടി? കാണാൻ നമ്മുടെ സിഹിയെ പോലെ തന്നെയുണ്ടല്ലോ. സിഹിയെ പോലെയോ? ഇതെന്താ മേമ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് നമ്മുടെ സിഹി തന്നെയാ. എന്ത്? സിഹിയോ? എന്താ രാമ? എന്റെ ചെവിക്ക് മുകളിൽ നീ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണുന്നുണ്ടോ? നീ എന്താ ഞങ്ങളെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണോ? സിഹിയാണത്ര, സിഹി. അല്ല, സിഹി ഒന്നും മരിച്ചതല്ലേടാ, നമ്മളല്ലേ അവളെ ചിതറിച്ച. പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. സിഹി മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അപ്പോ എന്താ നീ പറയുന്നേ? നീയല്ലേ അന്ന് സിഹിയുടെ ചിതയ്ക്ക് കൊള്ളി വെച്ചത്? എന്താ ഇതൊക്കെ? എന്താ നടക്കുന്നെന്ന് കൃത്യമായിട്ട് പറ. മേമ, നിങ്ങൾ കണ്ടതല്ലേ? വന്നത് നമ്മുടെ സിഹിയാണെങ്കിൽ പിന്നെ അവള് മരിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. സൂരി, മറ്റൊരു കുട്ടി വന്നാ സീത ഭേദമാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. സിഹിയെ പോലൊരു കുട്ടിയുണ്ടെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു.
നമ്മളവിടെ പോയി നോക്കിയപ്പോ അത് നമ്മുടെ സിഹി തന്നെയാ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാലും ഔട്ടായി പോയ ബാറ്റ്സ്മാൻ വീണ്ടും കളിക്കാൻ വേണ്ടി വരുന്നത് എങ്ങനെയാ? സിയെ കണ്ടിട്ട് എത്ര സന്തോഷം തോന്നുന്നുണ്ടോ അത്രയും സംശയങ്ങളും തോന്നുന്നുണ്ട് റാം. മരിച്ചുപോയെന്ന് കരുതിയവള് തിരിച്ചു വന്നത് എങ്ങനെയാ റാം? നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ ഇപ്പൊ ഇല്ല. എന്റെ മകള് ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന സന്തോഷം മാത്രമേ ഇപ്പൊ എനിക്ക്. നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് സത്യമാവുന്ന എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സിഹി മരിച്ചു പോയെന്നാ വിചാരിച്ചത്. പക്ഷെ സീത മാത്രം ഒരു നിമിഷം പോലും തന്റെ മകൾ മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവളുടെ മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ചു. ആ ദൈവത്തിന് തോന്നിക്കാണും അവളുടെ വിശ്വാസം കാത്തുരക്ഷിക്കണമെന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ അവളെ എനിക്ക് തിരിച്ചു തന്നത്. പക്ഷെ ഞാനിപ്പോ ഇതൊരു മിറാക്കിളാണെന്ന് മനസ്സറിഞ്ഞ് അംഗീകരിച്ച് ഒരുപാട് സന്തോഷത്തിലായിപ്പോ. എനിക്കും വലിയ വിഷമായിരുന്നു. പക്ഷേ സിഹിയെ കണ്ട നിമിഷം സീത തന്റെ കയ്യിലുള്ള പാവ എറിഞ്ഞില്ലേ, അപ്പൊ എനിക്ക് സീതയ്ക്ക് ഭേദമായെന്നൊരു സൂചന ലഭിച്ചു. സീതയ്ക്കെല്ലാം ഭേദമായ പിന്നെ എന്താ? വന്നിരിക്കുന്നത് സിഹിയാണോ? എങ്ങനെയാ വന്നേ? എങ്ങനെയാ ജീവിച്ചിരിക്കുന്നേ? അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. രാമനെ പോലെ തന്നെ ഇത് ദൈവത്തിന്റെ ഒരു അത്ഭുതമാണെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് അംഗീകരിച്ചു. എന്നാലും അപ്പോ മേമ, ഇനി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതെ മേമ, സീതയ്ക്ക് ഭേദമായല്ലോ. ഇതല്ലേ നമുക്കൊക്കെ വേണ്ടിയിരുന്നത്. അതായല്ലോ, സിഹി എത്തിയല്ലോ. പിന്നെന്താ? ഇതുകൊണ്ടാ സീതയ്ക്കെല്ലാം ഭേദമാവുമെന്ന് രാവിലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാ നമ്മുടെ സിഹി തിരിച്ചു കിട്ടും, വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോ ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഏതായാലും സിഹി വീട്ടിലേക്ക് എത്തിയല്ലോ. രാമനും അവളുടെ സീതയും അവരുടെ മകളോടൊപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ. രാമ, നിന്റെ സ്നേഹ സീതയ്ക്ക് സംരക്ഷണമായത് മോനെ. നീ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് സീതയെ ഭേദമാക്കിയെടുത്തു. ഈ മുത്തച്ഛന് സന്തോഷായി മോനെ. ഈ ബോൾ മേടിക്ക്. സിഹി
വന്ന് ബോൾ എടുക്ക്. ഓയ് സിഹി, നിനക്ക് എന്താ പറ്റിയേ? വന്ന് ബോൾ വാങ്ങിക്കേ. കണ്ടോ റാം, അവള് നിങ്ങളെ കണ്ടപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരെ കണ്ട് പേടിച്ച് നിൽക്കുന്ന പോലെ മാറി നിൽക്കുന്ന കണ്ടില്ലേ നിങ്ങള്? സുബി ചെല്ല്, സീതമ്മയുടെ കയ്യിൽ നിന്ന് ബോൾ വാങ്ങിക്കേ. നിനക്കെന്താ പറ്റിയത്? ഇന്നാ ബോൾ പിടിക്കേ. ഇന്നാ സീമോളെ പിടിക്കേ. സീക്കുട്ടൻ ജയിച്ചു, സീമോള് ചതിയാ ഇത്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്നെ ചീറ്റ് ചെയ്യാ. നിനക്കറിയാവുന്ന കാര്യല്ലേ ഞാനും എന്റെ മോളും എന്നും ഒരു ടീമിലാണെന്ന്, അല്ലേ സിഹി? അച്ഛാ, ഈ സുബി നിങ്ങളുടെ ടീമിലല്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ടീമിലാ. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരു ടീമാണെന്ന്. അയ്യോ, ഓടിക്കളിച്ച് തളർന്നുപോയി. വാ, ഇരുന്ന് കളിക്കാം. താങ്ക് യു സോ മച്ച് ഡാ. അതെന്തിനാ? സിഹിക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, നീ ഇമോഷണലി ആലോചിച്ച് വറിയായി സ്റ്റക്കായി നിൽക്കായിരുന്നാ ഞാൻ. അപ്പോഴേക്കും നീ വന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തു, സുബി എവിടേക്ക് കൊണ്ടുവന്നു. ആ സ്വാമി നമ്മുടെ അടുത്ത് ഒരുപാട് കളിയിറക്കി. അവസാനം സുബി വീട്ടിലേക്ക് എത്തിയല്ലോ. എടാ, ഇതെല്ലാം നീ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് സാധിക്കുന്നത്. നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും കുറഞ്ഞു പോകും. താങ്ക്സ് ഡാ. അല്ല രാമ, താങ്ക്സ് ഒക്കെ പറയാൻ മാത്രം ഫോർമലായി പോയി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. നോക്ക് രാമ, ഈ സുബിയുടെ കാര്യം ഞാനും നീ അല്ലാതെ മൂന്നാമത് ഒരാൾ അറിയരുത്. അങ്ങനെ നോക്കണം. ഷോ. ഇതാ, ഇനി ഇതെടുത്തു വെച്ചു. സീതയ്ക്ക് ഇനി ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഓ, എനിക്കാകെ വട്ടു പിടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, എനിക്കും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഭാർഗു. അല്ല, ഇപ്പൊ വന്നിരിക്കുന്നത് സിഹിയാണോ അതോ സിഹിയുടെ പ്രേതമാണോ? ഒരു വീട്ടില് ഒരു പ്രേതത്തിനല്ലേ സ്ഥാനമുള്ളൂ, വേറെ പ്രേതം എങ്ങനെ വരാനാ? വിശ്വാ, നീ അത് വിട് ഭാർഗു. ഇവിടെ എനിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. വന്നവള് കാണാൻ മാത്രമേ സിഹിയെ പോലുള്ളൂ, പക്ഷെ അവളുടെ ബിഹേവിയർ അത് സിഹിയെ പോലെയല്ല. എനിക്കും അങ്ങനെ തോന്നി ഭാർഗു. പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോ സർജറി എന്തെങ്കിലും ചെയ്ത് വേറൊരു കുട്ടിയെ സിഹിയെ പോലെ ആക്കി കൊണ്ടുവന്നതായിരിക്കോ? ഒരല്പമെങ്കിലും സെൻസിബിൾ ആയിട്ട് ചിന്തിച്ചൂടെ? ബുദ്ധി യൂസ് ചെയ്യ. നോൺസെൻസ്. ഇല്ല, ഇതില് വേറെ എന്തോ കളിയുണ്ട്.
അതെന്താണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. ഈ ഭാർഗവി അത് കണ്ടെത്തും. റാം, എന്താ ഈ ചെയ്യുന്നേ? സീത, അത് എന്തിനാ അകത്തെടുത്ത് വെക്കുന്നേ? ആക്ച്വലി ഇങ്ങി തന്നെ. ഈ ബെല്ലി സിഹി ചോദിക്കില്ലേ അവൾക്കെടുത്ത് കളിക്കാൻ? ഇത് അകത്തെടുത്ത് വെച്ചാ എങ്ങനെയാ? വാവ്, വാട്ട് എ മിറാക്കിൾ. സുബി വന്നപ്പോ സീതയ്ക്കെല്ലാം ഭേദമായല്ലോ. ബെല്ലി വെറും പാവയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അച്ഛനും മോളും കൂടെ എപ്പോഴാ ഷോപ്പിങ്ങിന് പോയെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ആ സിഹിയാണെങ്കിൽ ഇപ്പൊ എന്നോട് ഒന്നും പറയാറില്ല. എന്റെ മോൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നി, ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എന്താ തെറ്റാ? അയ്യോ, അതൊരു തെറ്റല്ല. നിങ്ങളോട് ചോദിക്കാൻ ഞാൻ വരുന്നുണ്ടല്ലോ, അതാണ് തെറ്റ്. ഓഹോ, ഇന്നെന്താപ്പാ ഇത്? മേഡം വളരെ ഹാപ്പിയായി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത്. അതെന്താ നമ്മൾ പറയാ, മുഖത്ത് എന്തോ തിളച്ച വെളിച്ചെണ്ണയൊക്കെ എന്തോ അങ്ങനെ എന്തോ ഒരു തിളച്ച വെളിച്ചെണ്ണ തെളിച്ചവും വെളിച്ചവും ഉണ്ടെന്ന്. ആ, അത് തന്നെ കാര്യം പറ. അതെന്താണെന്ന് അറിയില്ല റാം. ഇത്രയും ദിവസം എന്തോ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ, എന്റെ അടുത്തുനിന്ന് എന്തോ അകന്നു പോയതുപോലെ ആയിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം അങ്ങ് ശരിയായതുപോലെ തോന്നുവാ. എനിക്കെന്തോ കിട്ടിയതുപോലെയൊക്കെ തോന്നുവാ. മനസ്സിന് നല്ല സമാധാനമുണ്ട്. ഇത്രയും ദിവസം ഭയങ്കര തലവേദനയായിരുന്നു റാം. അപ്പൊ അത് തോന്നുന്നില്ല. ഇതെന്ത് മാജിക് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. ഒന്നുമില്ല. വെറുതെ നിങ്ങൾ ഇങ്ങനെ ഹഗ് ചെയ്യോ? എന്റെ ഭാര്യ ഒന്ന് എനിക്ക് ഹഗ് ചെയ്യാൻ തോന്നി, ഞാൻ ഹഗ് ചെയ്തു. എന്താ തെറ്റാ? അതുകൊണ്ടല്ല, ഈ ഹഗിൽ എന്തോ ഇമോഷൻ വല്ലാണ്ടിരിക്കുന്നത് പോലെ, അതുകൊണ്ടാ ചോദിച്ചേ. നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സീത. എങ്ങനെ? ഒന്നും എന്നോട് ചോദിക്കരുത്. ഐ ലവ് യു, ദാറ്റ്സ് ഇറ്റ്. റാം, നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിന്നോടുള്ള സ്നേഹം ഒരുപാട് കൂടിയതുകൊണ്ടാ സീത. അതൊരിക്കലും അവസാനിക്കില്ല. I love you, 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 I love you. സിഹി കേട്ടാ ഇത് പ്രശ്നമാവേ. പിന്നെ ഈ ദിവസം മുഴുവൻ അവൾ ഇത് പറഞ്ഞ് എന്നെ കളിയാക്കൊണ്ടിരിക്കും. അവള് കളിയാക്കട്ടെ. ലവ് യു സീത. ലവ് യു റാം. സീതാരാമ, ഓ സീതാരാമ. വെറുതെ നീ എന്താ വിഷമിച്ച് നിൽക്കുന്നേ? ഞാൻ നിന്നെ എല്ലായിടത്തും തിരയായിരുന്നു, അറിയോ? സിഹി എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. സിഹി എന്ന് വിളിച്ചാ ഈ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ? എന്റെ പേര് ഞാൻ തന്നെ വിളിച്ചു നടക്കോ? ബ്രില്യന്റ് ആണല്ലോ നീ. എന്ന് വെച്ചാ ബിലിവണ്ടോ? ബിലിവണ്ട് അല്ല, ബ്രില്യന്റ് അഥവാ മിടുക്കി, ബുദ്ധിയുള്ള കുട്ടി. ശരി ശരി, ഇനി ഇത് പറ, നീ എന്താ വിഷമിച്ച് നിൽക്കുന്നേ? ഓ അതോ, നീ സീതമ്മയെ കളിക്കുന്ന കണ്ടപ്പോ, സീതമ്മ സന്തോഷിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സന്തോഷായി. പക്ഷേ സീതമ്മയുടെ കൂടെ ഞാൻ ഇല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ സങ്കടവും വന്നു. എനിക്ക് സീതമ്മയുടെ കൂടെ കളിക്കണമെന്നും അവളുടെ കൂടെ സംസാരിക്കണമെന്നും ഹഗ് ചെയ്യണമെന്നും ചിരിക്കണമെന്നും ഒക്കെ തോന്നുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പാവോ നീ. നിന്നെ കാണുമ്പോ എനിക്ക് കുശുമ്പ് വരുന്നുണ്ട്. ആണോ? നീയല്ലേ എന്നെ വിളിച്ചത് ഈ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ്? അതെ, എനിക്ക് സന്തോഷവും തോന്നുന്നുണ്ട്, വിഷമവും തോന്നുന്നുണ്ട്. ആ ശരി ശരി, വിഷമിക്കണ്ട. ഇനി മുതൽ
ഞാനും നീയും ഒന്നല്ലേ? അയ്യോ സുബി, നീ എപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ടല്ലോ. ഇന്നെന്താ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നേ? ഒന്ന് പോയേ. അതെന്താണെന്നോ, ഞാൻ ഇതുവരെ ഇത്ര വലിയ വീട്ടിൽ നിന്നിട്ടില്ല. എങ്ങോട്ടെങ്കിലും പോയാ ഏത് വഴി തിരിച്ചു വരണമെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ. എനിക്കാകെ വട്ട് പിടിക്കുന്നുണ്ട്.